നമ്മൾ ഈ ബാക്ക് കാണുന്ന പള്ളി തായിഫിലെ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനായിരുന്നു. ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ലൈബ്രറി ഉണ്ട്. അദ്ദേഹം എഴുതി വെച്ച ഖുർആനിക വചനങ്ങൾ, അതിൻ്റെ പാറ കഷ്ണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ഒരു ലൈബ്രറിയും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് തായിഫിലെ ആ ചരിത്രപ്രധാനമായ പള്ളി. തായിഫിൽ ചെന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ പള്ളി, ഇത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയും അടുത്ത ബന്ധുവുമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. ക്രിസ്തുവർഷം 618 മുതൽ 687 വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹുവിന് ശേഷം രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ച സ്ത്രീ എന്നറിയപ്പെടുന്ന ഉമ്മു ഫദൽ ലുബാബയായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമല്ല, നല്ലൊരു യോദ്ധാവായിരുന്നു, ഒരു പടയാളിയുമായിരുന്നു. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സൽസ്വഭാവിയും ദയാശീലനുമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വ്യാകരണം, അറബി ചരിത്രം, കവിത, ഖുർആൻ വിജ്ഞാനം എന്നിവയിലെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ്റെ നാമകരണത്തിൽ ഒരു വലിയ ഗേറ്റ്, ഒരു കവാടം തന്നെ ഈ ഒരു പള്ളിക്ക് സമീപം അവർ നിർമ്മിച്ചിട്ടുണ്ട്. ബാബ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി ഇവിടെയുണ്ട്. അതിലൊരുപാട് പുരാതനമായിട്ടുള്ള ഖുറാനിക ഫലകങ്ങളും പാറയിൽ എഴുതിയ, അന്ന് പ്രവാചകൻ്റെ കാലത്ത് എഴുതിയിട്ടുള്ള പാറയിലെ ഖുറാനിക വചനങ്ങളുമെല്ലാം അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈബ്രറി ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നാമകരണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രവാചകൻ വഫാത്താകുമ്പോൾ വെറും 13 വയസ്സ് മാത്രമായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ്റെ പ്രായം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് 165ഓളം ഹദീസുകൾ ഇന്ന് ബുഖാരി, മുസ്ലിം ഹദീസ് രേഖകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പല ഖലീഫമാരുടെയും നിയമോപദേശകനായിട്ട് അദ്ദേഹം ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൻ്റെ 71-ാം വയസ്സിൽ അദ്ദേഹം തായിഫിൽ വെച്ച് വഫാത്തായി. അദ്ദേഹത്തിൻ്റെ ഖബറിടവും സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിക്ക് തൊട്ട്